നെഹ്റു ട്രോഫി വള്ളംകളിയിലെ വിജയികളെക്കുറിച്ചുള്ള തർക്കത്തിൽ തീരുമാനം വൈകും. വിശദമായ പരിശോധനയ്ക്ക് 3 ദിവസം വേണ്ടിവരും. അപ്പീൽ കമ്മിറ്റിയുടെ യോഗത്തിൽ തീരുമാനമായില്ല. മനീഷ് മഹിപാൽ വിശദാംശങ്ങളുമായി. മനീഷ്, കൂടുതൽ രേഖകൾ പരിശോധിക്കേണ്ടി വരും എന്നാണോ? അനുജ, പെട്ടെന്നൊരു തെളിവെടുപ്പ് കൊണ്ടോ ഒരു പരാതി കേട്ടത് കൊണ്ടോ അതിലൊരു പരിഹാരം നൽകാനാകൂ, അല്ലെങ്കിൽ അതൊരു തീരുമാനമെടുക്കാൻ കഴിയുമെന്ന് ഉള്ള കാര്യമല്ല ഇപ്പോൾ ഈ അപ്പീൽ ജൂറി വ്യക്തമാക്കുന്നത്. ഇന്ന് ADMന്റെ അധ്യക്ഷതയിൽ അപ്പീൽ ജൂറി യോഗം ചേർന്നിരുന്നു. 2 പരാതിക്കാരാണുള്ളത്. ഒന്ന് വില്ലേജ് ബോട്ട് ക്ലബ്ബും മറ്റൊന്ന് കുമരകം ടൗൺ ബോട്ട് ക്ലബ്ബുമാണ്. കുമരകം ടൗൺ ബോട്ട് ക്ലബിന്റെ പരാതി സ്റ്റാർട്ടിങ്ങിൽ പിഴവുണ്ടെന്നും വില്ലേജ് ബോട്ട് ക്ലബിന്റെ പരാതി ഫിനിഷിംഗിൽ അപാകതയുണ്ട്, അവസാനം നിശ്ചയിച്ചിട്ടുള്ള 0.0005 സെക്കൻഡുകൾക്കാണ് പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തുഴഞ്ഞ കാരിച്ചാൽ ജയിച്ചത്. അതിൽ അപാകതയുണ്ടെന്നുള്ള പരാതിയുമാണ്. ഈ 2 പരാതിയിലും ഇവർ സമർപ്പിച്ച രേഖകൾ പരിശോധിക്കുന്നു, ഒപ്പം തന്നെ ദൃശ്യങ്ങൾ പരിശോധിക്കുന്നു. ഈ ദൃശ്യങ്ങളടക്കം ശേഖരിച്ചിട്ടുണ്ട്. ഇത് കളക്ടർക്ക് കൈമാറിയിട്ടുണ്ട്. വരുന്ന 2 ദിവസങ്ങൾ കൂടി വിശദമായി ഇവർ നൽകിയിട്ടുള്ള ദൃശ്യങ്ങളും രേഖകൾ പരിശോധിച്ച ശേഷം മാത്രമേ ഒരു തീരുമാനത്തിലെത്താൻ സാധിക്കുകയുള്ളൂ. ഫിനിഷിംഗ് സംബന്ധിച്ച് പ്രാഥമികമായും ഇപ്പോഴുള്ള ഈ വിധികർത്താക്കളുടെ അന്തിമമായ തീരുമാനം പള്ളാത്തുരുത്തി ബോട്ട് ക്ലബ്ബ് തന്നെയാണ് ജയിച്ചതെന്ന ഉള്ള കാര്യമാണ്. പക്ഷേ ഇതിൽ നെഹ്റു ട്രോഫി വള്ളംകളി വിവാദത്തിൽ വിജയികൾ ആര് എന്നതിൽ തീരുമാനം വൈകും.